ഹായ് ഗൈസ്, വെൽക്കം ടു വീലേഡ്. ഈസി മാത്സിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. സാധാരണയായിട്ട് നമുക്ക് എക്സാമിന് വളരെ ആവശ്യം വരുത്തൊരു കാര്യമാണ് നമുക്ക് നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു യൂസ് പറയുകയാണെങ്കിൽ നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ തുക കാണാനായിട്ട് പറയണം. സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അത് എൻ സ്ക്വയർ ആണ്. അപ്പോൾ അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സിൻ്റെ തുക കാണാൻ പറഞ്ഞാൽ എത്രയാണ്? 1 + 3 + 5. അത് നമ്മൾ കൂട്ടി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളതിൻ്റെ എൻ സ്ക്വയർ, അതായത് എത്ര നമ്പേഴ്സ് ഉണ്ടോ ആദ്യത്തെ 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പല സമയത്തും നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട നമ്പർ 32 ആണെന്ന് വിചാരിക്കാം. ആ 32ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യമേ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ ഈ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 എത്രയാണ്? 6 അതിൻ്റെ ഇരട്ടി കാണുക. 6ൻ്റെ ഇരട്ടി എത്രയാണ്? 12. അതിൻ്റെ റിമൈൻഡർ മുകളിലേക്ക് എഴുതുക, ബാക്കി താഴത്തേക്ക് എഴുതുക. 12. ശേഷം ഈ 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. അതിൻ്റെ കൂടെ ഇവിടെ വന്ന് റിമൈൻഡറിലൂടെ അങ്ങ് കൂട്ടുക. 3ൻ്റെ സ്ക്വയർ 9 + 1 എത്രയാണ്? 10. 1024 ആയിരിക്കും 32ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത്ര എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തൊരു ഉദാഹരണം എടുത്ത് നോക്കാം. നമുക്ക് അടുത്തായിട്ട് സ്ക്വയർ കാണേണ്ട നമ്പർ എന്ന് പറയുന്നത് 43 ആണെന്ന് വിചാരിക്കാം. 43ൽ 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. ഈ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 12. അതിൻ്റെ ഇരട്ടി കാണുക, 24. അതിൻ്റെ റിമൈൻഡർ മുകളിലേക്ക് എഴുതി. ശേഷം 4ൻ്റെ സ്ക്വയർ കാണുക. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അതിൻ്റെ കൂടെ ഈ റിമൈൻഡർ കൂട്ടുക. 16 2 എത്രയായി? 18. 1849 ആയിരിക്കും 43ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ ശിഷ്ടം വരുന്ന നമ്പറാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമുക്ക് 54 എടുക്കാം. 54ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 16. അതിൻ്റെ ശിഷ്ടം അതിൻ്റെ മുകളിലേക്ക് എഴുതി. ശേഷം 5 × 4 20. 20ൻ്റെ ഇരട്ടി എത്രയാണ്? 40. ഈ 40ൻ്റെ കൂടെ ഈ ശിഷ്ടം ഒന്ന് കൂട്ടുക. അപ്പോൾ 40 + 1 എത്രയായി? 41. അതിൽ 4 മുകളിലേക്ക് എഴുതി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 താഴത്തേക്ക് എഴുതി. ശേഷം 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. 25ൻ്റെ കൂടെ ഈ 4 കൂടി ചേർക്കുക. 25 4 എത്രയായി? 25 4 29. 2916 ആയിരിക്കും 54ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയറും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സാമിൻ്റെ ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോകേണ്ട. അപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരക്കിട്ട് ചെയ്ത് കഴിഞ്ഞാലും മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈസി മാത്സിൻ്റെ 7ാമത്തെ വീഡിയോ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോട് കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് പറയുക. അതുപോലെ തന്നെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.